നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ്ടും ഇന്ന് ഗാസ മുനമ്പിൽ ഇസ്രയേൽ തീമഴ പെയ്യിക്കുന്നു. ഹമാസിൻ്റെ ഉന്നത നേതാക്കളെ ഒന്നൊന്നായി വധിക്കുന്നു. മറുവശത്ത് ഗാസ മുനമ്പിൽ നിന്ന് ആർക്കെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറണമെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കിത്തരാം എന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു. തെക്കൻ ഗാസ മുനമ്പിലെ ഒരു ആശുപത്രിക്ക് നേരെ അതിശക്തമായ ആക്രമണം ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തി. തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസിലുള്ള നാസർ ആശുപത്രിക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഹമാസിൻ്റെ രാഷ്ട്രീയ ബ്യൂറോയിലെ മുതിർന്ന അംഗം ഇസ്മയിൽ ബർഹൂം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. തിരഞ്ഞുപിടിച്ച് ഓരോരുത്തരെയായി വധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹമാസിൻ്റെ പ്രധാന ഭീകരൻ എന്നാണ് ഇസ്രയേൽ ഇയാളെ വിശേഷിപ്പിച്ചത്. പലസ്തീൻ ഭീകര സംഘടന അയാളുടെ മരണം സ്ഥിരീകരിച്ചു. നേരത്തെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ബർഹൂമിന്. തുടർന്ന് ഇയാളെ ചികിത്സയ്ക്കായി ഖാൻ യൂനീസിലെ നാസർ ആശുപത്രിയിൽ എത്തിച്ചതായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് ഇസ്രയേൽ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയത്. ബർഹൂമിൻ്റെ കൊലപാതകത്തിൽ സൈന്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ഒരു പ്രസ്താവന ഇറക്കി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇസ്ലാം ദാലിസിന് പകരക്കാരനായി ഗസയിലെ പുതിയ ഹമാസ് പ്രധാനമന്ത്രിയായി വാഴിക്കാനിരുന്നയാളായിരുന്നു അദ്ദേഹമെന്നാണ് കാറ്റ്സ് പരിഹസിച്ചത്. വിപുലമായ രഹസ്യാന്വേഷണ ശേഖരണത്തിന് ശേഷമാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് ഇസ്രയേൽ പറയുന്നു. ആശുപത്രിക്ക് നേരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയതെങ്കിലും തങ്ങളുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. ആശുപത്രിക്ക് നേരെയുള്ള ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ലഘൂകരിക്കാൻ കൃത്യതയാർന്ന ആയുധമാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. എന്നാൽ ആശുപത്രി കെട്ടിടത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചില്ല എന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ആശുപത്രിയിൽ ബർഹൂമിനെ ചികിത്സയ്ക്കായി കിടത്തിയിരുന്ന ഭാഗത്തേക്ക് മാത്രമാണ് ഇസ്രയേൽ ആയുധം തൊടുത്തത്. ഒരു പടിക്കെട്ടിൻ്റെ ഭാഗത്ത് തീ ആളിപ്പടർന്നു എന്നതൊഴിച്ചാൽ മറ്റു ഭാഗങ്ങളിലൊന്നും നാശനഷ്ടമുണ്ടായില്ല. ആശുപത്രി തകർക്കുക ഇസ്രയേലിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. എന്നാൽ ബർഹൂം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കിടന്നിരുന്ന കട്ടിൽ അത് പൂർണ്ണമായി തകർന്നു. ആശുപത്രിക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആളുകളുടെ മൃതദേഹം പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ പിന്നീട് പലസ്തീനിൽ നിന്ന് പുറത്തു വന്നു. ആശുപത്രിയിലെ ശസ്ത്രക്രിയ വിഭാഗത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത് എന്ന് ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ ഖാൻ യൂനീസിലെ ബർഹൂമിൻ്റെ വീട് ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. അന്ന് ഗുരുതരമായി പരിക്കേറ്റ ബർഹൂം പിന്നീട് ഈ നാസർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇസ്രയേൽ ഗസ മുനമ്പിൽ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വ്യോമാക്രമണങ്ങൾ തുടങ്ങിയിരുന്നു. അതിനുശേഷം കൊല്ലപ്പെടുന്ന ഹമാസിൻ്റെ രാഷ്ട്രീയ ബ്യൂറോയിലെ 4ാമത്തെ ആളാണ് ബർഹൂം. നേരത്തെ ഖാൻ യൂനീസിന് സമീപം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിൻ്റെ രാഷ്ട്രീയ ബ്യൂറോയിലെ മറ്റൊരംഗമായ സലാഹ് അൽ ബർദാവിൽ കൊല്ലപ്പെട്ടിരുന്നു. ഹമാസിൻ്റെ രാഷ്ട്രീയ വിഭാഗത്തിലെ അംഗമായിരുന്നു ബർഹൂം. ഭീകര സംഘടനയ്ക്ക് വേണ്ടി സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിരുന്നുവെന്നാണ് ഇസ്രയേൽ വിശദീകരിക്കുന്നത്. 2021 തെരഞ്ഞെടുക്കപ്പെട്ട ഹമാസിൻ്റെ രാഷ്ട്രീയ വിഭാഗത്തിലെ 20 അംഗങ്ങളിൽ 11 പേർ ഇതിനകം തന്നെ ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഇവരിൽ 7 പേർ ഇപ്പോൾ ഗാസ മുനമ്പിന് പുറത്താണ്. ഗാസ മുനമ്പിൽ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 2 മുതിർന്ന ഹമാസ് സൈനിക വിംഗ് കമാൻഡർമാർ കൊല്ലപ്പെട്ടിരുന്നു. ഗാസ സിറ്റി ബ്രിഗേഡിൻ്റെ ഡെപ്യൂട്ടി കമാൻഡറായ അഹമ്മദ് സൽമാൻ അവിജ് ഷിമാലി, ബ്രിഗേഡിൻ്റെ ഷെജയ ബറ്റാലിയൻ്റെ കമാൻഡറായ ജാമിൽ ഒമർ ജാമിൽ വാദിയ എന്നിവരായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ബർഹൂമിൻ്റെ കൊലപാതകത്തെ തുടർന്ന് ഹമാസിനെതിരായ ആക്രമണം തങ്ങൾ വികസിപ്പിക്കുന്നുവെന്ന് ഇസ്രായേൽ വീണ്ടും പറയുന്നു. ഗസയിൽ തീവ്രവാദികൾ ഇപ്പോഴും ബന്ദികളാക്കിയ 59 പേരെ മോചിപ്പിക്കുന്നതുവരെ അതിശക്തമായ ആക്രമണങ്ങൾ തുടരും. ഗസയിലെ സൈനിക നടപടികളിൽ പങ്കുചേരാൻ ആയിരക്കണക്കിന് സൈനികർ തയ്യാറെടുക്കുന്നുവെന്ന് ഞായറാഴ്ച ഇസ്രയേലിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. താരതമ്യേന പരിമിതമായ സേനയെ ഉപയോഗിച്ചാണ് ഇതുവരെ ഇസ്രയേൽ ആക്രമണം നടത്തിയത്. എന്നാൽ വലിയ തോതിൽ കരസേനയെ ഗസ മുനമ്പിലേക്ക് അയക്കാൻ ഇസ്രയേൽ തയ്യാറെടുപ്പുകൾ തുടങ്ങി. മാസങ്ങളോളം വടക്കൻ ലെബനനിൽ ചെലവഴിക്കുകയും ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായ കരയാക്രമണത്തിൽ പങ്കെടുക്കുകയും ചെയ്ത സൈന്യത്തിൻ്റെ 36 ഡിവിഷൻ സദേൺ കമാൻഡിലേക്ക് പുനർവിന്യസിക്കപ്പെട്ടുവെന്നും ഗസ മുനമ്പിൽ അവർ സൈനിക നടപടികൾ ഉടൻ തുടങ്ങുമെന്നും ഇസ്രായേൽ പറയുന്നു. നിലവിൽ IDFൻ്റെ ഗാസ ഡിവിഷനും 252ാമത് റിസർവ് ഡിവിഷനും മാത്രമാണ് ഗാസ മുനമ്പിലുള്ളത്. കൂടുതൽ കരസേനാ വിഭാഗങ്ങൾ കൂടി എത്തുന്നതോടെ ആക്രമണം കടുക്കും.
ഇസ്രയേൽ ഇക്കുറി കരയാക്രമണം ഉൾപ്പെടെ ശക്തമായ ആക്രമണങ്ങൾ പുനരാരംഭിച്ചിട്ടും ഗാസയിൽ നിന്ന് 2 റോക്കറ്റ് ആക്രമണങ്ങൾ മാത്രമേ ഇതിനകം ഉണ്ടായിട്ടുള്ളൂ. വ്യാഴാഴ്ച ഹമാസ് മധ്യ ഇസ്രയേലിലേക്ക് 3 ദീർഘദൂര റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു. വെള്ളിയാഴ്ച തെക്കൻ തീരദേശം നഗരമായ അഷ്കലോണിലേക്ക് 2 റോക്കറ്റുകൾ അവർ പായിച്ചു. ഇതിനിടയിലാണ് ഗസ നിവാസികളുടെ സ്വമേധയാ പലായനം സാധ്യമാക്കുന്നതിനായി പുതിയ സംഘടന ഉൾപ്പെടെ ഇസ്രയേൽ രൂപീകരിച്ചത്. പലസ്തീനികളെ ഗാസ മുനമ്പിൽ നിന്ന് സ്വയം പുറത്തുപോകാൻ പ്രാപ്തരാക്കുന്ന തരത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ ഒരു ഭരണകൂടം സ്ഥാപിക്കാനുള്ള കാറ്റ്സിൻ്റെ നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചു. ഗാസ നിവാസികൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് സ്വമേധയാ പുറപ്പെടുന്നതിന് സുരക്ഷിതവും നിയന്ത്രിതവുമായ ഒരു വഴിയൊരുക്കുകയാണിപ്പോൾ ഇസ്രയേൽ. മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരുടെ സഞ്ചാരം ഇസ്രയേൽ സുരക്ഷിതമാക്കും. സഞ്ചാരപാതകൾ അതിനുവേണ്ടി സ്ഥാപിക്കും. ഗസ മുനമ്പിലെ നിയന്ത്രിത ക്രോസിങ്ങുകളിൽ കാൽനട യാത്രക്കാരെ പരിശോധിക്കുക, അതുപോലെ ലക്ഷ്യസ്ഥാന രാജ്യങ്ങളിലേക്ക് കരകടൽ വായുമാർഗം കടന്നുപോകാൻ അവരെ സഹായിക്കുക, അതിനൊക്കെ ഇസ്രയേൽ ഇനി മുന്നിലുണ്ടാകും. ഗസ മുനമ്പിൽ നിന്ന് പരമാവധി പലസ്തീനികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതാണ് നല്ലത് എന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിൻ്റെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് തങ്ങൾ തുടങ്ങിയിരിക്കുന്നത് എന്ന് ഇസ്രയേൽ പറയുന്നു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ മരിച്ചവരുടെ എണ്ണം 50,000 കവിഞ്ഞതായി ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗാസ ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച പറഞ്ഞു. ഒക്ടോബർ 7-ന് ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ആക്രമണം നടത്തി 1200 ഇസ്രയേലികളെ കൊലപ്പെടുത്തിയിരുന്നു. നിരവധി പേരെ അവർ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയി. 1,13,274 പലസ്തീനികൾക്ക് ഈ യുദ്ധത്തിൽ പരിക്കുകൾ സംഭവിച്ചു. യുദ്ധത്തിൽ ഏകദേശം 20,000-ഓളം ഹമാസ് പോരാളികളെ തങ്ങൾ വധിച്ചുവെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇസ്രയേലിനുള്ളിൽ 1600 തീവ്രവാദികളെയും തങ്ങൾ വധിച്ചു. സിവിലിയൻ മരണങ്ങൾ പരമാവധി കുറയ്ക്കാനാണ് തങ്ങൾ ശ്രമിച്ചത്. എന്നാൽ സിവിലിയൻ ജനതയെ മറയാക്കി ഭീകരർ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്ന് ഇസ്രയേൽ പറയുന്നു. ഗസയിൽ നിന്നുള്ള പലസ്തീനികളെ സ്വീകരിക്കാൻ US ഇപ്പോഴും ചില രാഷ്ട്രങ്ങളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് ഇസ്രയേൽ പറയുന്നു. ഗസയിൽ നിന്ന് പലസ്തീനികളെ സ്വീകരിച്ച് പുനരധിവസിപ്പിക്കാൻ തയ്യാറുള്ള രാജ്യങ്ങൾക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം ഇപ്പോഴും അന്വേഷണം നടത്തിവരികയാണ്. മറ്റ് രാജ്യങ്ങളിലേക്ക് താമസം മാറാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന ഗസ നിവാസികൾക്കായി ഒരു സന്നദ്ധ കുടിയേറ്റ ഓഫീസ് സ്ഥാപിക്കാനുള്ള ശ്രമം ഇസ്രയേൽ തുടങ്ങിക്കഴിഞ്ഞു. മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനായി പുറപ്പെടുന്ന പലസ്തീനികൾക്ക് അതിനുവേണ്ട എല്ലാ ക്രമീകരണവും ഇസ്രയേൽ ഒരുക്കിക്കൊടുക്കും. ഗസയിലെ താമസക്കാർക്ക് സുരക്ഷിതവും നിയന്ത്രിതവുമായ ഒരു സ്ഥലംമാറ്റം ഒരുക്കുന്നതിന് ഇസ്രയേൽ പൂർണ്ണ സഹകരണമാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇത്തരം യാത്രകളുടെ സമയത്ത് പലസ്തീനികളുടെ സുരക്ഷ പൂർണ്ണമായി ഇസ്രയേൽ സൈന്യം ഉറപ്പിക്കും. ഗാസ മുനമ്പിലെ പ്രത്യേക ക്രോസിംഗ് പോയിന്റുകളിൽ സാധാരണക്കാർക്കായി നിയുക്ത യാത്രാ റൂട്ടുകളും ചെക്ക് പോസ്റ്റുകളുമൊക്കെ സ്ഥാപിക്കും. ലക്ഷ്യസ്ഥാന രാജ്യങ്ങളിൽ എത്തുന്നതുവരെ ഇസ്രയേൽ അവരെ സുരക്ഷിതമായി നോക്കും. ഇസ്രയേലിൻ്റെ പ്രതിരോധ കവചമായ അയൺ ഡോം ഈ അടുത്ത കാലത്ത് പൂർണ്ണമായി പരിഷ്കരിച്ചിരുന്നു. നേരത്തെ ഹിസ്ബുള്ളയുമായി യുദ്ധം തുടരവെ ചില റോക്കറ്റുകൾ ഇസ്രയേലിൽ പതിച്ചത് ഇസ്രയേലിന് വലിയ നാണക്കേടുണ്ടായി. പിന്നീട് ശക്തമായ പരിശോധനയും അയൺ ഡോം പൂർണ്ണമായി നവീകരിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ ഇസ്രയേൽ തുടങ്ങിയിരുന്നു. ഹമാസിന് നേർക്കുള്ള ഈ 2ാം വട്ട ആക്രമണങ്ങൾക്ക് തൊട്ടു മുൻപ് അയൺ ഡോം പൂർണ്ണമായി പുനഃസജ്ജമാക്കിയെന്ന വാർത്തകളാണ് ഇസ്രയേലിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹൂതികൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിന് നേർക്ക് തൊടുത്ത മിസൈലുകൾ ലക്ഷ്യസ്ഥാനം കണ്ടില്ല. തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിൻ്റെ സൈനിക ഇൻ്റലിജൻസ് തലവൻ ഒസാമ തബാഷിനെ കൊലപ്പെടുത്തിയത് ഇസ്രയേലിന് വലിയ വിജയമാണ്. ഹമാസ് ഗ്രൂപ്പിൻ്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിൻ്റെ തലവൻ കൂടിയായിരുന്നു ഒസാമ തബാഷ്. കാൻ യൂനീസിലെ ബ്രിഗേഡിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ നിരവധി ഹമാസിൻ്റെ ഉന്നത നേതാക്കളെ വധിക്കാൻ ഇതിനകം തന്നെ ഇസ്രയേലിന് കഴിഞ്ഞു. ഒസാമ തബാഷിൻ്റെ കൊലപാതകം ഹമാസിനേറ്റ കനത്ത തിരിച്ചടിയാണ്. ഒക്ടോബർ 7-ലെ ആക്രമണത്തിനും നുഴഞ്ഞുകയറ്റത്തിനുമൊക്കെ ആസൂത്രണം ചെയ്യുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഹമാസ് നേതാവായിരുന്നു ഇയാൾ. പലസ്തീൻ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാനുള്ള ഇസ്രയേലിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് ഇക്കഴിഞ്ഞ ദിവസം 600 പലസ്തീനികൾ പലായനം ചെയ്തു. വോളണ്ടറി മൈഗ്രേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിക്കാനുള്ള തൻ്റെ തീരുമാനം ഉറപ്പിക്കുന്നതാണ് ഇത്തരം കാഴ്ചകളെന്ന് കാറ്റ്സ് പറയുന്നു. നിലവിൽ വൈദ്യചികിത്സ ആവശ്യമുള്ള ഗസ നിവാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇരട്ട പൗരത്വമുള്ള താമസക്കാർക്കും
ഡെസ്റ്റിനേഷൻ വിസയുള്ള താമസക്കാർക്കുമൊക്കെ ഗസ മുനമ്പിൽ നിന്ന് പുറത്തു പോകാൻ അനുവാദമുണ്ട് എന്ന് ഇസ്രായേൽ പറഞ്ഞു. ഏതെങ്കിലും ഒരു ഗസക്കാരൻ സ്ട്രിപ്പ് വിട്ടു പോകുന്നതിന് തലേ ദിവസം അവരെ അവരുടെ വീടുകളിൽ നിന്ന് ഒരു അസംബ്ലി പോയിന്റിലേക്ക് മാറ്റും. അവിടെ നിന്ന് ക്രോസിംഗിലെ സുരക്ഷാ പരിശോധനയ്ക്കായി അവരെ വിധേയരാക്കും. പിന്നീട് റഫ ക്രോസിംഗ് അല്ലെങ്കിൽ റാമോൺ വിമാനത്താവളം വഴി അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാനുള്ള മറ്റു ക്രമീകരണങ്ങൾ. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 80ഓളം പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നു. ബന്ദികളെ ഇനിയും വിട്ടയച്ചില്ല എങ്കിൽ ഇസ്രായേൽ സൈനികരുടെ സാന്നിധ്യം ഗസയിൽ സ്ഥിരമായി തുടരുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ബഫർ സോൺ ഏരിയ ഉൾപ്പെടെ കൂടുതൽ സ്ഥലങ്ങൾ ഇനി ഇസ്രായേൽ ഗസ മുനമ്പിൽ നിന്ന് പിടിച്ചെടുക്കും. ഒരു വശത്ത് ജനങ്ങളെ ഒഴിപ്പിക്കുന്ന നടപടികൾ, മറുവശത്ത് കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കം. ഗസയിലെ 2 ദശലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയിൽ ഭൂരിഭാഗം പേർക്കും സ്വന്തം വീടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന അവസ്ഥയാണിപ്പോൾ. അത് കൂടുതൽ ദുരിതപൂർണമാകും. ഗസ മുനമ്പിൽ അതിശക്തമായ ആക്രമണങ്ങൾ തുടരുമ്പോൾ മറുവശത്ത് ലെബനനിൽ ഹിസ്ബുള്ളയുടെ അവശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോൾ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രായേൽ. ഇക്കഴിഞ്ഞ ദിവസം നടന്ന റോക്കറ്റ് ആക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെട്ടു, 40 പേർക്ക് പരിക്ക്. 4 മാസം മുൻപുള്ള വെടിനിർത്തലിന് ശേഷം ഏറ്റവും വലിയ ആക്രമണമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഗസയിൽ 200 കേന്ദ്രങ്ങളിൽ ഇന്നലെ 24 മണിക്കൂറിനിടയിൽ ആക്രമണം നടത്തുമ്പോൾ ലെബനനിലെ ചില കേന്ദ്രങ്ങൾക്കും സിറിയയിലെ ചില കേന്ദ്രങ്ങൾക്കും നേരെ മറുവശത്ത് ആക്രമണം. അതിശക്തമായി ആക്രമണമുന കൂർപ്പിക്കുകയാണ് ഇസ്രായേൽ. ഖാൻ യൂനിസ് നഗരത്തിൽ ഇക്കഴിഞ്ഞ ദിവസം പുലർച്ചെ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹമാസിൻ്റെ ഉന്നത നേതാവ് സലാഹ് അൽ ബർദവിയും ഭാര്യയും കൊല്ലപ്പെട്ടു. ഖാൻ യൂനീസിലെ സുരക്ഷാ ടെൻറ്റിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേൽ ആക്രമണം. വ്യോമാക്രമണത്തിൽ സലാഹ് അൽ ബർദവിയും ഭാര്യയും കൊല്ലപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലെബനന് നേർക്ക് എന്തുകൊണ്ട് ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തി എന്നതിൽ കൂടുതൽ വിശദീകരണം ഇന്നലെ ഇസ്രായേൽ നടത്തി. ഗസ മുനമ്പിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഒറ്റപ്പെട്ട ചില മിസൈൽ ആക്രമണങ്ങൾ ലെബനനിൽ നിന്നുണ്ടായി. അതിന് ഞങ്ങൾ നടത്തുന്ന പ്രത്യാക്രമണമാണ് ഇപ്പോൾ ലെബനനിൽ കാണുന്നത്. ഇസ്രായേൽ ഇപ്പോൾ ഗസ മുനമ്പിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ഒരുപാട് പ്രതിഷേധ സ്വരങ്ങൾ ഇസ്രായേൽ മണ്ണിൽ നിന്ന് തന്നെ നമ്മൾ കാണുന്നു. നിരവധി പ്രതിഷേധ സമരങ്ങൾ. മറുവശത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേർ ഇക്കഴിഞ്ഞ ദിവസം ടെല്ലവീവിൽ പ്രകടനം നടത്തി. എന്നാൽ ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ ഇത് മാത്രമേ തങ്ങളുടെ മുന്നിൽ മാർഗമുള്ളൂ എന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.